സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി മക്കയിലുള്ള സർവ്വ വിശ്വാസികളെയും വിളിക്കുന്നുണ്ട്. എല്ലാ കുടുംബക്കാരെ, തറവാട്ടുകാരെ, അറബികളായ എല്ലാ ആളുകളെയും സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി വിളിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ വിളിച്ചത്? ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, ഈ പർവ്വതത്തിന്റെ പിന്നിലൂടെ ഒരു സുസജ്ജമായ സൈന്യം, ഒരു പട്ടാളം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഈ സ്റ്റേജിന്റെ പിന്നാലെ വലിയ ഒരു അക്രമി നിങ്ങൾ ആക്രമിക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അപ്പോഴാണ് ഒരുമിച്ച് കൂടിയ സർവ്വ ആളുകളും അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, ബലാ യാ മുഹമ്മദ്, മുഹമ്മദേ, ഞങ്ങളെങ്ങനെ വിശ്വസിക്കാതിരിക്കും, ഞങ്ങളെങ്ങനെ വിശ്വസിക്കാതിരിക്കും മുഹമ്മദേ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു നുണ പറഞ്ഞിട്ടില്ലാത്ത, കളവ് പറഞ്ഞിട്ടില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത താങ്കൾ പറയുന്നത് എങ്ങനെ ഞങ്ങൾ നിരസിക്കും മുഹമ്മദേ? നബി തങ്ങൾ ആദ്യം ചെയ്തതാണ്, അഥവാ സമുദായം എന്നെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പരിശോധിച്ചു. ഞാൻ പറയുന്നത് എന്റെ സമുദായം ഉൾക്കൊള്ളുന്നുണ്ടോ, എന്നെ കുറിച്ച് സമുദായത്തിന് എന്തഭിപ്രായമാണ് എന്നാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കിയത്. ആദ്യം അങ്ങനെ പരിശോധിച്ചു. നോക്കുമ്പോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, ആർക്കും എതിരഭിപ്രായമില്ല. നിങ്ങൾ ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇന്ന് വരെ ആരെയും പറ്റിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ വിശ്വസ്തനാണല്ലോ, അതെ. ഞാൻ ഇന്ന് വരെ നുണ പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. എന്നാൽ വലിയൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്താണ് ആ യാഥാർത്ഥ്യം? അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. സൃഷ്ടികളെ ആരാധിക്കുന്നതിന് പകരം നിങ്ങൾ സൃഷ്ടാവിനെ ആരാധിക്കണം. മരങ്ങളെ ആരാധിക്കരുത്, മരത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കണം. കല്ലുകളെ സൃഷ്ടിക്കരുത്, കല്ലുകളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കണം. ബിംബങ്ങളെക്കാളും നല്ലത് ബിംബങ്ങളെ ഉണ്ടാക്കിയ, കുത്തുപണി ചെയ്ത ആ കൊല്ലനല്ലേ ബിംബങ്ങളെക്കാളും ഉഷാറ്. ബിംബങ്ങള് അതിനെന്താ കഴിയ? മണ്ണ് കുഴച്ച് അത് ഉണ്ടാക്കുന്ന എഞ്ചിനീയേഴ്സ്, അതിന്റെ മുഹന്ദിസ്, അതുണ്ടാക്കുന്ന നിർമ്മാതാക്കൾ, അവർക്കല്ലേ കഴിവ്. ഈ ബിംബത്തിന് എന്ത് കഴിവാണ്? ഈ ബിംബത്തെക്കാളും കഴിവുള്ളവർ ബിംബത്തെ ഉണ്ടാക്കിയവരാണ്. അപ്പൊ ഇതിനെയെല്ലാം ഉണ്ടാക്കിയവനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ഇത് കേൾക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബാണ് ആദ്യമായി പ്രതികരിക്കുന്നത്. ഏകദേശം എല്ലാവരും അംഗീകരിച്ചു എന്ന മട്ടിലെത്തി, അഥവാ നിഷേധിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ എന്നോട് പറയാണ്, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കും, കാരണം നിങ്ങൾ ഇന്ന് വരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞു ഏകസ്വരത്തിൽ. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറയുന്നത് വിഡ്ഢിത്തരല്ലേ, അത് മോശമല്ലേ? കാരണം ഞാൻ ഇന്ന് വരെ നുണ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിച്ചാണ്. ഞാൻ പറയാൻ പോകുന്നതൊക്കെ സത്യമായിരിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞാൽ, എന്നിട്ട് ഞാനൊരു കാര്യം പറയുമ്പോൾ നിഷേധിക്കാന്ന് പറഞ്ഞ ഉളുപ്പില്ലാത്ത പണിയല്ലേ. അപ്പൊ നബി തങ്ങളത് പറഞ്ഞപ്പോ എല്ലാവരും ഉൾക്കൊണ്ടു എന്ന് തോന്നിയപ്പോ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബ്, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോവട്ടെ മുഹമ്മദേ, അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? നീ നശിച്ചു പോവട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം നോക്കി അബൂലഹബ് പറയുകയുണ്ടായി. ആ അബൂലഹബിനെ കുറിച്ചാണ് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറക്കിയത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്,
മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. അബൂലഹബ് നശിച്ചിരിക്കുന്നുണ്ട്, അബൂലഹബിന്റെ ഭാര്യയും നശിച്ചിട്ടുണ്ട്. രണ്ടുപേരും നാളെ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. അബൂലഹബും നശിക്കും, അബൂലഹബിന്റെ ഭാര്യ നാളെ രണ്ടുപേരും ആളിക്കത്തുന്ന നരകാഗ്നിയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയപ്പോൾ അബൂലഹബിനും അബൂലഹബിന്റെ ഭാര്യയ്ക്കും ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ കഴിവിന്റെ പരമാവധി ആരോപണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനെ തകർക്കാൻ ശ്രമിച്ചു. ഹബീബിന്റെ രണ്ട് പെൺമക്കളെ സ്വന്തം മക്കളോട് ത്വലാഖ് ചെല്ലാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി കല്ലുമായി അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ കടന്നു വരികയുണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ ഒരു സൂറത്തുൽ മസദ്, ഈ സൂറത്തിനെ യുക്തിവാദികൾ പറയുന്നത് അതെന്തിനാ ഞങ്ങൾ ഇന്ന് ഓതുന്നത്? സൂറത്തുൽ മസദ് ഇന്നെന്തിനാ പാരായണം ചെയ്യുന്നത്? അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുടുംബ പ്രശ്നമാണ്. ഖുർആൻ കാലികമല്ല, ഖുർആൻ കാലികമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു കുടുംബ പ്രശ്നത്തെ 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള ഞങ്ങൾ എന്തിനാ പാരായണം ചെയ്യുന്നത്? അല്ലെ, ചോദിക്കുമ്പോ ചോദ്യത്തിൽ ഒരു ഭംഗിയുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബ് നശിച്ചു പോയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ എന്താ കാര്യം? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന് അവന്റെ സമ്പാദ്യങ്ങൾ ഉപകരിച്ചില്ല, പരിവാരങ്ങളോ അബൂലഹബിന്റെ ചങ്ങാതിമാരോ ആരും അബൂലഹബിന് ഉപകരിച്ചില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. ആളിക്കത്തുന്ന നരകാഗ്നിയിൽ അബൂലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അതേപോലെ അബൂലഹബിന്റെ ഭാര്യയും പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇത് ഇപ്പോഴെന്തിനാ ഇത് നമ്മൾ ഓതുന്നത്? ഇത് ഓതിട്ട് എന്താ കാര്യം? 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഏതൊരു കുടുംബ പ്രശ്നത്തെ ഇന്നെന്തിനാ ഓതുന്നത് എന്നൊരു ചോദ്യം യുക്തിവാദികൾ ചോദിക്കുന്നുണ്ട്. അബൂലഹബിനെ നശിച്ച അമ്മക്ക് എന്താ? ഈ ആയത്ത് വളരെ വലിയ അത്ഭുതമാണ്. യുക്തിവാദികളായ ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത ആയത്താണിത്. അവർക്ക് ഏറ്റവും വലിയ മറുപടി ഈ ആയത്തിലുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന ഓരോ ആളുകൾക്കും ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചെറിയ 2-3 വരികളുള്ള ചെറിയ സൂറത്താണെങ്കിലും പരിശുദ്ധമായ ഖുർആനിൽ ഈ ഒരു ആയത്തെ, ഈ ഒരു സൂറത്തെ ഇറങ്ങിയിട്ടുള്ളൂവെങ്കിൽ അത് മതി ഖുർആനിന്റെ അമാനുഷികത തെളിയിക്കാൻ. കാരണം എന്തേ? ഈ സൂറത്തിലാണ് അല്ലാഹു അത്ഭുതം കാണിച്ചത്. എന്താണ് അത്ഭുതം എന്നറിയോ? അല്ലാഹു പറഞ്ഞു, അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ പോകുന്നില്ല. അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും മരിക്കുന്നത് വരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയൂല എന്നാ പറഞ്ഞു. ആരാണ് അബൂലഹബ്? അവസരം കിട്ടിയാൽ ഇസ്ലാമിനെ തകർക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവനാണ്. അവസരം കിട്ടിയാൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവനാണ് അബൂലഹബും ഭാര്യയും. ആ അബൂലഹബിനെയും അബൂലഹബിന്റെ ഭാര്യയെയും അല്ലാഹു വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മരണം വരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയൂല. അല്ല പറഞ്ഞു, നിങ്ങൾ പറയൂല. എന്റെ ഇവർക്ക് അറബി അറിയില്ലേ? ഇവിടെ ഇല്ലെങ്കിൽ ഇവർക്ക് അറബി അറിയില്ലേ? ആ ആയത്ത് ഇറങ്ങുമ്പോ പടച്ചോനെ വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് ഒരു തവണ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഖുർആൻ ഫൈല്, ഇസ്ലാമും ഫൈല്. മനസ്സിലായോ? ഈ ആയത്ത് ഇറങ്ങുമ്പോ ഇത് കേട്ട സ്വാഭാവികം. എന്നോട് ഒരാൾ പറയാണ്, നിന്നെ പള്ളിയിൽ കയറാൻ ഞാൻ വിടൂല. ഞാൻ കേറിയ തോറ്റില്ലേ? എന്നോട് അങ്ങനെ പറഞ്ഞു, ഈ പള്ളിയിൽ കയറാൻ നിന്നെ വിടൂല, നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ കേറി, അവിടെ തോറ്റില്ലേ? അതേപോലെ അബൂലഹബിനോടും ഭാര്യയോടും പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയില്ല.
അപ്പൊ ഇസ്ലാമിനെ തകർക്കാൻ ഒരൊറ്റ പണി ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, ഹൃദയം കൊണ്ട് പറയണ്ട. നാവ് കൊണ്ട് പറഞ്ഞാൽ ഖുർആനും പോയി, ഇസ്ലാമും പോയി. പക്ഷേ മരണം വരെ അബൂലഹബിന് പറയാൻ കഴിഞ്ഞില്ല. ഇത് അത്ഭുതമല്ലേ? നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതമാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നിയാലൊന്ന് കൈപ്പൊക്കെ ഇത് അത്ഭുതമാണ്. അത് മതി. ഇത് വല്ലാത്ത അത്ഭുതമാണ് ഈ ആയത്ത്. ഞാൻ തന്നെ പലപ്പോഴും ഇത് ആലോചിക്കാറുണ്ട്. ഒരു തവണ എങ്ങാനും ഇത് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ, മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ അബൂലഹബിന്റെ ഭാര്യയോ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം അതോടുകൂടി തകരുമായിരുന്നു. മുഅ്മിനീങ്ങളെ, സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ്. ആ അബൂലഹബിനോടാണ് അല്ലാഹു തആല ഈ ആയത്തിറക്കി പറഞ്ഞത്, അബൂലഹബേ, മുഹമ്മദ് അല്ല നശിക്കുന്നത് നീയാണ്. നീയും നിന്റെ ഭാര്യയും നാളെ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അബൂലഹബിന് ഈ ഒരു ആയത്ത് കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമായിരുന്നു. അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്. പക്ഷേ അബൂലഹബിന് മരണം വരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞില്ല. അബൂലഹബിന്റെ ഭാര്യയ്ക്കും കഴിഞ്ഞില്ല. ഈ ആയത്ത് തന്നെയാണ് യുക്തിവാദികൾക്കും അതുപോലെ നിരീശ്വരവാദികൾക്കും പരിശുദ്ധമായ ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന, പരിശുദ്ധമായ ഖുർആനിനെ വെല്ലുവിളിക്കുന്ന എല്ലാ മതം വിട്ട പെണ്ണിനുമുള്ള ഏറ്റവും വലിയ മറുപടി ഈ പരിശുദ്ധമായ ആയത്ത് തന്നെയാണ്. മതം വിട്ട പെണ്ണായാലും അധ്യാപകരായാലും മാഷായാലും ടീച്ചർമാരായാലും അവർക്കൊക്കെയുള്ള മറുപടി ഈ പരിശുദ്ധമായ സൂറത്തുൽ മസദിലുണ്ട്. ഒരു തവണ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ അതിന്റെ അത്ഭുതങ്ങൾ അകത്തേക്ക് കയറും. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് എന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ മഹത്തായ പ്രകാശത്തെ, ഈ മഹത്തായ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കണ്ട. ഇത് ഊതിയാൽ കെടുന്ന മതമല്ല. ഇത് കൊടുങ്കാറ്റുകൾ കൊണ്ട് കെട്ടുപോകുന്ന മതമല്ല. ഈ പരിശുദ്ധമായ ഇസ്ലാം ആരാണോ അല്ലാഹുവല്ലേ ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് പറഞ്ഞു തന്നത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹു തആലയാണ് ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് തന്നത്. ആ ഇസ്ലാമിനെ സംരക്ഷിക്കാനും അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ഏത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അതിനെ പേടിച്ച് പിന്തിരിയേണ്ടവരല്ല മുസ്ലിം. വെല്ലുവിളികൾ വരുമ്പോൾ ഈമാൻ വർദ്ധിക്കേണ്ടവരാണ് നമ്മൾ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആരെയാണ് റബ്ബേ പേടി? നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരെയാണ് പേടി? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബാക്കളോട് വലിയ ഒരു ശത്രുക്കളുടെ സൈന്യം ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് ഏതോ ഒരാൾ വന്ന് മഹാന്മാരായ പ്രവാചകനോടും സ്വഹാബാക്കളോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്ക് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആലു ഇംറാൻ സൂറത്ത്. അല്ലാഹു പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു പട്ടാളം തയ്യാറായിട്ടുണ്ട്. നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, നിങ്ങളോട് പടപൊരുതാൻ വേണ്ടി വലിയ ഒരു സൈന്യം തയ്യാറായിട്ടുണ്ട്. ഫഖ്ശൗഹും, അതുകൊണ്ട് അവരെ നിങ്ങൾ പേടിക്കണേ, അവരെ നിങ്ങൾ ഭയക്കണേ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വിരണ്ടോടിയവരല്ല മഹാന്മാരായ സ്വഹാബാക്കൾ. പക്ഷെ എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടായോ ആ പ്രതിസന്ധിയുടെ തൊട്ടുപിന്നാലെ മഹാവിജയമാണ് ഓരോ പ്രതിസന്ധിയുടെയും തൊട്ടുപിന്നാലെ ഉണ്ടായത്. പക്ഷേ പ്രതിസന്ധികളെ ക്ഷമയോടെ തരണം ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ പറയുന്നത് അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു സൈന്യം തയ്യാറായിട്ടുണ്ട്. ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്, പേടിക്കുകയല്ല ചെയ്തത്. അല്ലാഹു ഇനി എന്താ ചെയ്യാ? ഇന്ത്യയിൽ നിന്ന് പുറത്താകുമോ?
അല്ല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുമോ എന്നല്ല, പേടിച്ച് വിറക്കുകയല്ല വേണ്ടത്. ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് വേണ്ടത്, നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അവർ പറഞ്ഞു വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരെയാണ് റബ്ബേ പേടി? ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് നീയുണ്ടല്ലോ റബ്ബേ, വനിഅമൽ വകീൽ, നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരാളെയും പേടിയില്ല. ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ദീനിനെ എല്ലാം ഞങ്ങൾ നിന്നെ പരമേൽപ്പിക്കുകയാണ് റബ്ബേ. ഏത് പ്രതിസന്ധി സമയത്തും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ വാക്കിലൂടെ കടന്നു വരേണ്ടത്, നമ്മുടെ നാവിലൂടെ കടന്നു വരേണ്ടത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഈ ഒരു വാക്ക് ചൊല്ലിയാൽ പിന്നെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഒരു പ്രയാസവും നമ്മെ തൊട്ടു തീണ്ടൂല എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും നമ്മോട് പഠിപ്പിക്കുന്നത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ അയാളുടെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരിമാരായാലും സഹോദരന്മാരായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും വമൻ യതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ, ഏത് വിഷയവും അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ, വലിയ ഒരു പ്രതിസന്ധിയുടെ വാർത്ത കേട്ടു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, വലിയ ഒരു പരീക്ഷണത്തിന്റെ കഥ കേട്ടു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഇങ്ങനെ അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ ഫഹുവ ഹസ്ബു, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് വാക്ക് നൽകിയത്. പരിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് സന്തോഷ വാർത്ത നൽകിയത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വാക്ക് നൽകിയാൽ വാക്ക് പൂർത്തീകരിക്കുന്നവനാണ്. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ വാക്ക് പൂർത്തീകരിക്കും. ربنا وآتنا ما بعثتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക്, അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ മേൽ, പ്രവാചകനോട് നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. കാരണം ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, നീ ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ, ആ വാക്ക് പൂർത്തീകരിക്കുന്നവനാണ് നീ. ആ അല്ലാഹുവിന്റെ വാക്കാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്തത്. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ഒരു സൗണ്ട് കുറക്കോ, അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അല്ലാഹു ഒരിക്കലും ലംഘിക്കുകയോ ആ വാക്കിൽ അല്ലാഹു ഒരിക്കലും പൂർത്തീകരിക്കാതിരിക്കുകയോ ചെയ്യില്ല. ആ റബ്ബിന്റെ വാക്ക് വിശ്വസിക്കുന്നവരാവണം നമ്മൾ. ആ അല്ലാഹു ആണ് പറയുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي എന്ന ദിക്ർ ചൊല്ലി വീട്ടിൽ നിന്നൊരാൾ പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അയാളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.